ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസുമായിട്ടാണ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗത്തെ എല്ലാ ആക്ടിവിറ്റികളും ഇവിടെ പറയുന്നുണ്ട്. ആക്ടിവിറ്റി 1, 2, 3, 4, 5 നോക്കിയാലോ. ആക്ടിവിറ്റി 1. Dave is trying to list out the events in the early life of Helen Keller, but he is not able to put them in order. Read the passage once again and help him write the following in the correct order. നമ്മുടെ ആ ഒരു കഥയിലെ ഈവൻസ് നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കാനാണ് ഇവിടെ പറയുന്നത്. എല്ലാം ഓർഡർ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ഹെലനാണ് ആ ഫാമിലിയിലെ ആദ്യത്തെ ബേബി. ആൻഡ് സെക്കൻഡ് വൺ, ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിങ് ദ ബേബി. ബേബിക്ക് പേരിടുന്ന കാര്യത്തിൽ ഒരു ഡിസ്കഷൻ നടന്നു എന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് വൺ, മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. ബേബിക്ക് ഇടാൻ തീരുമാനിച്ച പേര് മിൽഡ്രഡ് ക്യാമ്പൽ എന്നായിരുന്നു. നെക്സ്റ്റ്, ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹെർ ഏർലി മന്ത്സ്. ഹെലൻ ആദ്യകാലങ്ങളിൽ ഉച്ചരിക്കാൻ തുടങ്ങിയ വേർഡ് വാട്ടർ എന്നായിരുന്നു. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷി ബിക്കെയിം എ ഇയർ ഓൾഡ്. ഒരു വയസ്സായപ്പോൾ അവൾ നടക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ ഹെലൻ ഫെൽ ഇൽ, അസുഖത്തിലേക്ക് പോയി. അപ്പോൾ ഇത്രയുമാണ് ആ ഓർഡർ ആയിട്ടുള്ള സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റി 2. Choose another suitable title from the options given below for the passage. You may also give one of your own. നമ്മുടെ സ്റ്റോറിയിൽ 4 പാരഗ്രാഫായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ പാരഗ്രാഫിനും ഓരോ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പാരഗ്രാഫിൽ മെയിനായിട്ട് പറയുന്നത് അവളുടെ ആ നെയിമിൻ്റെ കാര്യമാണ് അല്ലേ. നെയിം, ഫാദർ ഒരു നെയിം തീരുമാനിച്ചു. പിന്നെ എന്താണ് ഇട്ടത്, വേറൊരു നെയിമാണ്. ചർച്ചിലെ മിനിസ്റ്റേഴ്സാണ് നെയിം ഇട്ടത്. അപ്പോൾ ഒരു നെയിമിൻ്റെ ഡിസ്കഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിനെന്ത് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, ദ ക്വസ്റ്റ് ഫോർ എ നെയിം. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ അൺഫോൾഡിങ് ഗ്രീഫ്, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, സങ്കടം, ദുഃഖങ്ങൾ നിറഞ്ഞ ഒരു പാരഗ്രാഫായിരുന്നു സെക്കൻഡ് പാരഗ്രാഫ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരിട്ടത്. ഇനി തേർഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് സീസൺസിനെ കുറിച്ചാണ്. സ്പ്രിങ്, സമ്മർ, വിൻ്റർ, ഓട്ടം അങ്ങനെയുള്ള സീസൺസിനെ കുറിച്ചാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. സീസൺസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് പാരഗ്രാഫിലെ കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അവളുടെ ഓർമ്മകളും അതേപോലെ തന്നെ ഈ ഒരു അസുഖത്തെ അവൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ള ഒക്കെ കാര്യങ്ങളാണ് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ അപ്പോൾ നമുക്ക് എന്ത് ആഡ് ചെയ്യാം ടൈറ്റിലായിട്ട്? മെമ്മറീസ്, ഓർമ്മകൾ. പിന്നെയോ ഫൈറ്റർ, അതായത് ഈ ഒരു അസുഖത്തെ അവൾ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആക്ടിവിറ്റി 2. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. മെമ്മറീസും ഫൈറ്റർ, ഓർമ്മകളും പിന്നെ ആ ജീവിതത്തെ അതിജീവിച്ചു. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ആക്ടിവിറ്റി 3. ഇവിടെ എന്താണ് പറയുന്നത്, സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ്, റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ. നമ്മുടെ സ്റ്റോറിയിൽ ഓരോരോ സീസൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ സീസൺസിലെ സ്റ്റോറിയിലുള്ള മാറ്റങ്ങൾ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സാധാരണയുള്ള മാറ്റങ്ങളല്ല, സ്റ്റോറിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഓരോ സീസൺസ് പറയുമ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സീസൺ കൊടുത്തിട്ടുണ്ട്, സ്പ്രിങ് അല്ലേ. അതിൻ്റെ ഫീച്ചേഴ്സും സ്റ്റോറിയിൽ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് സീസണിൽ എന്താണ് പറയുന്നത്, ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സിംഗ് മെലഡിയസ് സോങ് അല്ലേ. ചില പക്ഷികളുടെ പേര് പറഞ്ഞിട്ട് അത് നല്ല പാട്ടുകൾ പാടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സീസണും എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഫസ്റ്റ് സീസൺ നമുക്ക് എഴുതാം സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ ചൂട് സമയമാണല്ലോ. അപ്പോൾ സമ്മർ സീസണിൽ എന്തൊക്കെയാണ് സ്റ്റോറിയിൽ സംഭവിക്കുന്നത്? ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ അടുത്ത സീസൺ ഓട്ടം. ഓട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഇനി അടുത്തത് വിൻ്റർ നോക്കാം. വിൻ്ററിൽ ഹെലൻ ഫെൽ ഇൽ. വിൻ്റർ സീസണിലെ ഒരു ഫെബ്രുവരിയിലായിരുന്നു
ഹെലൻ അസുഖത്തിലേക്ക് പോയത്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4. ഹൗ മെനി സീസൺ ഡു വി ഹാവ് ഇൻ ഇന്ത്യ? എന്താണ്, ഇന്ത്യയിൽ എത്ര സീസൺസ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. പിന്നെ കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ്. ഓരോ സീസണിലും ഓരോരോ പിക്ചർ, ഓരോ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ പിക്ചറാക്കിയിട്ട് വരയാനുമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഇന്ത്യയിലെ മെയിനായിട്ടുള്ള സീസൺസ് എന്ന് നോക്കാം. റെഡി അല്ലേ? ഇന്ത്യ ഹാസ് 4 ട്രഡീഷണൽ സീസൺസ്. ഫസ്റ്റ് വൺ എന്താണ്, ഇന്ത്യയിൽ 4 പ്രധാനപ്പെട്ട സീസൺസ് ആണ് പറയുന്നത്. അതിലൊന്നാമത്തത് വിൻ്റർ, അതായത് ശീതകാലം. അത് ഏത് മാസം മുതൽ ഏത് മാസം വരിക? ഡിസംബർ ടു ഫെബ്രുവരി. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് സമ്മർ, അതായത് ഉഷ്ണകാലം. അത് ഏത് മാസം മുതൽ ഏത് മാസം വരിക? മാർച്ച് ടു മെയ്. ഇനി മൺസൂൺ, മഴക്കാലം, ജൂൺ ടു സെപ്റ്റംബർ. അടുത്തത് ഓട്ടം, ശരത്കാലം, ഒക്ടോബർ ടു നവംബർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 5ലേക്ക് കിടക്കാം. ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ, കാറ്റ കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻസ് വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹെർ? നിങ്ങളൊരു ന്യൂസ് റിപ്പോർട്ടറാണെന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഹെലൻ കെല്ലറുടെ മദറുമായി നിങ്ങൾക്കൊരു സംഭാഷണം, ഒരു അഭിമുഖം നടത്താൻ ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും അവരോട് ചോദിക്കുക? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാമല്ലോ നമുക്ക് ഏതൊക്കെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കാമെന്ന്. ഫസ്റ്റ്, വാട്ട് വെർ ദ ഡിഫിക്കൽട്ടീസ് യു ഹാഡ് ടു ഫേസ് വൈൽ ഹാൻഡ്ലിങ് ലിറ്റിൽ ഹെലൻ? ഹെലൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവളെ നോക്കാൻ നിങ്ങൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു? നെക്സ്റ്റ്, ഹൗ ഡിഡ് ബോത്ത് ഓഫ് യു ഓവർകം ദ ഡിഫിക്കൽട്ടീസ്? എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ഡിഫിക്കൽട്ടിയെ ഓവർകം ചെയ്തത്? തേർഡ് വൺ, വാട്ട് ആർ ദ സ്പെഷ്യൽ എഫേർട്ട് ഡിഡ് യു ടേക്ക് ടു ടീച്ച് ഹെർ? എന്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള പ്രയത്നങ്ങൾ നിങ്ങൾ അവളെ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തു? ഇത്രയും ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നോക്കാമല്ലോ. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഈ 3ഉം ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഡിഡ് സംവൺ ഹെൽപ്പ് യു ലുക്ക് ആഫ്റ്റർ ഹെലൻ? ഹെലനെ നോക്കാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും സഹായിച്ചിരുന്നോ? ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ഷീ കംപ്ലീറ്റ് ഹെർ പ്രൈമറി എഡ്യൂക്കേഷൻ? അവൾ എവിടെയാണ് അവളുടെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്? ഇത്രയുമാണ് 5ാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.